OTT-ൽ ഒരു മൂവി വന്നാൽ അതൊന്നും ഇരുന്ന് കാണാനായിട്ട് തോന്നാറില്ല. കാരണം 3 മണിക്കൂറൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നു എന്ന് പറഞ്ഞൊരു തോന്നലാണ്. ഇതെനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോന്റെ താഴെ വന്ന കമന്റ് ആട്ടോ. ഈ സെയിം ഫീലിംഗ് എനിക്കും ഉണ്ടാകാറുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഭയങ്കരமான ഒരു ഗിൽറ്റാണ് അത്, പ്രത്യേകിച്ചും ലേഡീസിനാണ്. ജെൻസിന് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ റിയലൈസ് ചെയ്തിട്ടില്ല, ഉണ്ടോ എന്തോ അറിയില്ല. പക്ഷെ കൂടുതലും ലേഡീസിന് പ്രത്യേകിച്ചും എന്താണ്, ഒരു അമ്മയായി കഴിഞ്ഞാൽ ഈ വൃത്തികെട്ട ഗിൽറ്റ് കുറച്ച് ഓവറാണ്. നമ്മൾ അതുവരെ നമ്മൾ വളരെ കൂളായിട്ട് നടന്ന് ഒരു കെയർ ഫ്രീ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സകലമാന ജീവിതവും മക്കൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, കുഞ്ഞിലെ ഈ പിള്ളേർ കുഞ്ഞായിരുന്ന സമയത്ത് ഇവര് ഒന്ന് നേരെ ചൊവ്വേ ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് കഴിക്കാൻ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇവരിട്ട് കഴിക്കത്തുമില്ല. നമുക്കാണ് വിശന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യം വന്നിട്ട് വയ്യ. അവസാനം ഞാൻ ആ രീതി അങ്ങ് മാറ്റി. അതായത് ആദ്യം ഞാൻ എൻ്റെ വയറും കൊണ്ട് നിറയ്ക്കും. ഞാൻ സമാധാനമായിട്ട് നിന്നാലാണല്ലോ ഇവരുടെ പുറകെ ഓടി നമുക്ക് ഇത് ഫുഡ് മര്യാദയ്ക്ക് കഴിപ്പിക്കാൻ പറ്റുന്നത്. അത് ഞാൻ ഒരു ഇൻസിഡന്റ് പറഞ്ഞാണ്. അപ്പം ഈ ഒരു ഗിൽറ്റ് കാരണം എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒറ്റയ്ക്ക് ഒന്ന് പുറത്ത് പോകാനാ, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ട, നമ്മള് ഒരു പാക്കറ്റ് ചോക്ലേറ്റ്, ഡയബറ്റീസ് ഒക്കെ നിൽക്കട്ടെ, ഒരു പാക്കറ്റ് ചോക്ലേറ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഏറ്റവും അവസാനം വന്നേക്കുന്ന 2 മുട്ടായി നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് നിങ്ങളെടുത്തും കഴിക്കുവോ? ഇല്ല. നിങ്ങൾ മക്കൾക്ക് വേണ്ടി വെക്കും. ഈവൻ ദോ അവർ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലേ, അവർക്ക് അവരുടേതായ ഷെയർ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കഴിക്കാൻ ഒരു ഗിൽറ്റാ. അതും കൊച്ചുങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു തോന്നലില്ലേ? ആ ഗിൽറ്റിനെയായി പറയുന്നേ മോം ഗിൽറ്റ്. ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ? അത് സത്യം പറഞ്ഞാൽ ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ്. ഈ ഒരു കണ്ടീഷനിങ് അച്ഛന്മാർക്കില്ല. അച്ഛന്മാർക്ക് അങ്ങനെ യാതൊരു ഗിൽറ്റും ഇല്ല. അതെന്താ? ഒരു സെനാരിയോ പറയാം. ഞാനൊരു അച്ഛനാണ്, എനിക്കൊരു 2 ഡേ ട്രിപ്പ് പോകണം. എന്തൊക്കെ ശ്രദ്ധിക്കണം? ലീവ് കിട്ടിയൊന്ന് നോക്കണം, ജോലി ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അതനുസരിച്ച് നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടാക്കണം. ബാഗ് പാക്ക് ചെയ്യണം, പോണം. സിമ്പിൾ. ഞാനൊരു അമ്മയാണ്, എനിക്കൊരു ട്രിപ്പ് പോകണം. എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം? സെയിം. ലീവ് കിട്ടുമോ നോക്കണം. ഇനി ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കളുടെ കാര്യം, പിള്ളേരെ ആര് നോക്കും? പിള്ളേരുടെ സ്കൂളിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൊണ്ടുവിടുന്നതും വരുന്നതും ആരാണ്? ഇവരുടെ ഫുഡിന്റെ കാര്യം എങ്ങനെയാണ്? ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ഫുഡ് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ആയിരിക്കും? ഇനി ഇവരുടെ എക്സാം ടൈം ആണോ? ആ സമയത്താണോ ഞാൻ ട്രിപ്പ് പോകുന്നത്? ക്യാൻസൽ ചെയ്യണോ? ഇനി അഥവാ പോയിന്ന് തന്നെ ഇരിക്കുക, പോയി കഴിയുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും വയ്യാതാവുകയോ ഒരു ആവശ്യം വരുമോ ചെയ്തു കഴിഞ്ഞാൽ, പോട്ടെ, ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും കടന്നു പോകുന്നത് അവരുടെ മനസ്സിൽ കൂടെ? ഒരു സന്തോഷമായിട്ട് ഒരു കാര്യത്തിന് പോയിട്ട് വരാൻ പറ്റുമോ? ആ ഒരു കണ്ടീഷനിങ് എന്താ? ഒരാൾക്ക് ഭയങ്കര കൂളായിട്ട് ഇറങ്ങിപ്പോവാം, മറ്റേ ആൾക്ക് ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെയാണ് ഒരു യെസ്, ഒരു ട്രിപ്പിനാവട്ടെ ഒരു ഗെറ്റ് ടുഗദറിനാവട്ടെ ഒരു യെസ് പറയാൻ പറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കണ്ടീഷനിങ്? ഇത് ഭയങ്കര നോർമലുമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഗെറ്റ് ടുഗദറിന്, ഈ ഇടയ്ക്ക് ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഒത്തിരിയും പേര്, അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. അവരൊന്നും ബ്ലെയിം ചെയ്യുന്നൊന്നുമല്ല, അതൊരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ്. നമുക്ക് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിള്ളേരുടെ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ, പിന്നെ പിള്ളേരെ നോക്കാനും ആരില്ല. കാരണം ആകെ ഒരൊറ്റ ഒരാളിലാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്ന് വീണേക്കുന്നത്. അപ്പം നമ്മൾ അറൗണ്ട് ഒരു 10-100 പേരുള്ളതിൽ പ്ലാൻ ചെയ്ത് അവസാനം ഒരു 10 പേരൊക്കെയാണ് വന്നത്. അതുപോലെ വലിയ ഇവന്റ്സ് ഉണ്ടാക്കുമ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒത്തിരി റീൽസ് നമ്മൾ ഇൻസ്റ്റയിൽ കാണാറുണ്ട്. എല്ലായിടത്തും എക്സ്ക്യൂസ് എന്ന് പറയുന്നത് വീട്ടിലെ കാര്യം നോക്കാൻ ആളില്ല, അല്ലെ? അതെങ്ങനെയാണ് ഈ റെസ്പോൺസിബിലിറ്റി ഒരാളുടെ തലയിലോട്ട് മാത്രം വരുന്നത്? എൻ്റെ അമ്മച്ചിയൊക്കെ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ചത്ത് കിടന്ന പാർട്ടീസാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഫുഡിൻ്റെ ഒക്കെ കേസിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുരമുള്ള സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ഉടനെ പെട്ടെന്ന് ആ വസ്തുവിലോട്ട് ഇഷ്ടമില്ലാണ്ടാവും. അമ്മ പറയും, ഓ എനിക്ക് വിശപ്പില്ല, എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല, എൻ്റെ പല്ല് പുളിക്കും എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് ത്യജിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യ സ്ത്രീയാണ് എൻ്റെ അമ്മച്ചി. പക്ഷെ ഞാൻ പറയും, ആർക്ക് പോയി? അമ്മച്ചിക്ക് പോയി. മനസ്സിലായില്ലേ? ഇതൊക്കെ എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ അമ്മയുടെ ഈ ഒരു രീതിയൊക്കെ കണ്ട് ആ ഒരു കണ്ടീഷനിങ് ഒക്കെ വളർന്ന കാരണം ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഈ എല്ലാവർക്കും വേണ്ടി വെച്ച് വിളമ്പി മനുഷ്യന്റെ അടപ്പളകുന്നതല്ലാതെ ഒറ്റ മനുഷ്യൻ നമുക്കൊരു കെയറും തരുന്നില്ല. ഐ എം ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അപ്പത്തേക്ക് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. അല്ലെ തന്നെ ഞാനിപ്പോൾ മര്യാദയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്താണ്. കാരണം ഇളയത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്,
നമ്മൾ നല്ല ചൂട് ചോറും കറിയും അല്ല മുട്ട പൊരിച്ചതും ഒക്കെ എടുത്തു വെച്ചങ്ങോട്ട് കഴിക്കാനായിട്ട് കൈയിടുന്ന സമയത്ത് ഒരാൾ പോട്ടി പോയി നിന്നിട്ട് വിളിക്കും, അമ്മേ കഴിഞ്ഞു. ഇതുപോലെ ഒരു ദുരന്തം പിടിച്ചൊരവസ്ഥ അതിപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ അതങ്ങോട്ട് മാറി കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ തീരുമാനം എടുത്തു, അതായത് നമ്മുടെ വയറിന്റെ കാര്യം നോക്കിയിട്ടുള്ള കാര്യമുള്ളൂ. എനിക്ക് വിശന്നാൽ ഞാൻ ആദ്യം കഴിക്കും. അതിപ്പോൾ പിള്ളേർ വിശന്നിരിക്കുകയാണോ അല്ലയോ അതൊന്നും ഞാൻ നോക്കത്തില്ല. പിന്നെ എന്താ അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടായിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് മാത്രം റിസർവ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ അങ്ങനല്ല. ഇപ്പൊ ലാസ്റ്റ് പീസ് ഓഫ് കേക്കാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ പോലും അതിനെ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്ത് എനിക്കും കൂടെ ഉള്ള ഷെയർ എടുത്തിട്ട് ഞാൻ ഈ പിള്ളേർക്ക് കൊടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മളങ്ങനെ മറ്റേന്താ നമ്മൾ സെർവൻ്റ് ഒന്നും അല്ല ഇവിടുത്തെ. അതുപോലെ തന്നെ എനിക്ക് മുട്ടദോശ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ബാക്കിയുള്ളവർക്ക് മുട്ടദോശ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് മുട്ടദോശ ചൂടോടെ കഴിക്കണം. അപ്പൊ ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല. അപ്പൊ എന്താണ്, ഞാൻ ആദ്യം തന്നെ മുട്ടദോശ ഉണ്ടാക്കി സമാധാനമായിട്ടിരുന്ന് കഴിക്കും, എന്നിട്ട് പിന്നെ കൊടുക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൊതി, അതുകൊണ്ട് ആ പരിപാടിയില്ല. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് മീൽ പ്രിപ്പിന്റെ ആളാണല്ലോ ഞാൻ. ഈ ഇടയ്ക്ക് ഞാൻ കുറേ അധികം ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ച്, എന്താണ് ചോറും പയറും അത്രേ ഉള്ളൂ. എന്നിട്ട് എനിക്കത് മടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാനിവിടെ മോൾ ഓഫ് ട്രാൻകൂറിൽ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ചോറും ചിക്കൻ കറിയൊക്കെ കിട്ടുന്ന അടിപൊളി ഒരു കട, നാട്ടുരുചിയോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അവിടെ പോയി നല്ല അടിപൊളി ഒരു ഊണ് ഒരു ദിവസം പോയി കഴിച്ചു. അതുപോലെ ഐസ്ക്രീം, ഫലൂഡ, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിക്കാറുണ്ട്. പിള്ളേർക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോകാറില്ല. കാരണം നമ്മളെ കെയർ ചെയ്യണ്ടേ. പിന്നെ മക്കളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കഴിക്കാതിരിക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഡീമിൽ വന്നൊരു കുട്ടി പറഞ്ഞാണ്, ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല, എനിക്ക് ക്രാഫ്റ്റ് ഇഷ്ടമുണ്ടായിരുന്നു, എനിക്ക് കുറേ അധികം ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാറില്ല. എൻ്റെ ലൈഫ് എൻ്റെ പിള്ളേരുടെ ചുറ്റുമാണ് കറങ്ങുന്നത്. അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം, അങ്ങനെയാണ് നടക്കുന്നത്. അല്ല ഞാനൊന്ന് മാറി ചിന്തിക്കണമെങ്കിൽ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇതുപോലെ ഒത്തിരി DMs എനിക്ക് കിട്ടാറുണ്ട്, അവരുടെ ആഗ്രഹങ്ങളും. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കിത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ പറ്റാറില്ല, ഇതെങ്ങനെയാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ സൊസൈറ്റിയുടെ വോയിസ് നമ്മളൊന്ന് മ്യൂട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ വോയിസ് നമ്മൾ കുറച്ചൊന്ന് കൂട്ടി വെക്കണം, കുറച്ചധികം കൂട്ടി വെക്കണം. ലൈക്ക് സൊസൈറ്റിക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാം, ഈ നാക്കിനെല്ലില്ല എന്നൊക്കെ പറയുന്ന കണക്ക്. അതായത് നമ്മളിപ്പോ കുട്ടികളെയും കൊണ്ട് വീട്ടിലിരുന്നാൽ പറയും, അവള് പഠിച്ചിട്ടും അവള് ജോലിക്കൊന്നും പോവാണ്ട് എന്താ തിന്നു മുടിപ്പിക്കാനായിട്ട് ഇരിക്കുക എന്ന് പറയും. ഇല്ല, പിള്ളേരെ ഇട്ടിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പറയും, ദേ അവള് കണ്ടില്ലേ, അവക്ക് പിള്ളേരെയും ഇതൊന്നും വേണ്ട, അങ്ങ് തെണ്ടി നടക്കുകയാണ് എന്ന് പറയും. അങ്ങനെ പറയാനാണെങ്കിൽ സൊസൈറ്റി എന്തും പറയും, ഇൻക്ലൂഡിങ് നമ്മുടെ അമ്മമാര്. അവരുടെ ഒരു കണ്ടീഷനിങ് കണ്ടിട്ടാണ് നമ്മൾ വളർന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത്, ഓക്കെ ഇവരെ പോലെ ആവണം, നമ്മുടെ ഒരു മോഡൽ, റോൾ മോഡൽ ആയിരിക്കുമല്ലോ നമ്മുടെ അമ്മമാര്. അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ ഒരു സെൽഫിഷ്നെസ്സോ അല്ലെങ്കിൽ സെൽഫ് ലവോ, സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ പോസിറ്റീവ് രീതിയിലാണ് പറയുന്നത്, ഒരു സെൽഫ് ലവോ അവരെ തന്നെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു രീതിയൊന്നും അല്ല തൊട്ട് മുന്നത്തെ ജനറേഷനിലുണ്ടായിരുന്നത്. അപ്പൊ അത് കണ്ട് വളർന്നപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് നമ്മുടെ മക്കൾക്കോ നമുക്കോ ഗുണകരമായിട്ടൊരു സംഭവമല്ല. ലൈക്ക് നമ്മളൊരു അമ്മ ആവുന്നതിന് മുന്നേ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നല്ലേ, ആ ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മളങ്ങ് എടുത്ത് മാറ്റുക ചെയ്തത്. ലൈക്ക് നമുക്ക് ആയിട്ട് സ്കിൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മക്കളാണെങ്കിൽ തന്നെ കുറച്ചൊന്ന് വലുതായി പിള്ളേർ, അവർ നമ്മളെ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരുടെ ഡ്രസ്സ് എടുത്തു കൊടുക്കാനും അവരുടെ പരീക്ഷ ഓർമ്മിപ്പിക്കാനും അവരെ പഠിപ്പിക്കാനും അങ്ങനെയുള്ളൊരു അസിസ്റ്റന്റ് അങ്ങനായിട്ട് മാത്രമാണ് അവരും കൺസിഡർ ചെയ്യുന്നത്. അല്ല നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, നമുക്കും ഇവരെ പോലെ സ്കിൽസ് ഉണ്ടായിരുന്നു, നമ്മളും ഒരു കാലത്ത് ഇവരെ പോലെ തന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ പാറി പറന്ന് നടന്നിരുന്ന ഒരാളാണ് എന്നൊരു കൺസിഡറേഷൻ പോലും ഇല്ലാതെ ഇവർക്ക് എന്നാ അറിയാം, അമ്മയ്ക്ക് എന്തറിയാം, മിണ്ടാതിരി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ കുറ്റാണ്, വേറെ ആരുടെയും കുറ്റമല്ല. നമ്മൾ തന്നെ വർക്ക് ചെയ്യണം. ഇനിയും മുന്നോട്ട് വരാൻ സമയമുണ്ട്, വർക്ക് ചെയ്യുക. അതായത് നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യണം. നമ്മൾ ഈ അമ്മ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ളതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ട്, നമുക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കണ്ടുപിടിക്കുക, ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക.